എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഉടനെ ഉണ്ടാകുമെന്നുള്ളൊരു സിഗ്നൽ ഇപ്പോൾ സിനിമയുടെ ഡയറക്ടർ തന്നെ തന്നിരിക്കുകയാണ്. പൃഥ്വിരാജ് ഇന്ന് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സിനിമയുടെ ടീസറിൻ്റെ ഓഡിയോ ഫയലിൻ്റെ ഒരു പിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. 21 സെക്കൻഡ് ഇതിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. മൈനസായ 21 സെക്കൻഡ് കൂടി കൂട്ടുകയാണെങ്കിൽ 2 മിനിറ്റും 30 സെക്കൻഡും ആയിരിക്കാം വരാൻ പോകുന്ന എമ്പുരാൻ സിനിമയുടെ ടീസറിൻ്റെ ദൈർഘ്യം. എന്തായാലും ലെങ്തി ആയിട്ടുള്ള ഒരു ടീസർ തന്നെയാണ് വരാൻ പോകുന്നത്. സാധാരണ ട്രെയിലറിനൊക്കെയാണ് ഈ രീതിയിലൊക്കെ ഡ്യൂറേഷൻ കാണാറ്. എന്തായാലും ടീസർ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരി 26-ന് റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് റിലീസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ തുടരും സിനിമയുടെ റിലീസ് ഡേറ്റിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഇന്നുണ്ടാകാൻ ചാൻസ് ഉണ്ട്. തുടരും സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയോ അതോ പഴയ റിലീസ് ഡേറ്റ് ആണോ എന്നൊക്കെ അറിയാനായി കാത്തിരിക്കാം. ബേസിൽ ജോസഫ് ലാലേട്ടൻ പടം. നമുക്ക് ആ ലാലേട്ടൻ പ്രൊജക്റ്റുകൾ ഡിസ്കഷനിലുണ്ടോയെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ ആങ്കർ ചോദിച്ചപ്പോൾ ബേസിൽ ജോസഫ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഡിലേ ആവുന്നതാണ്, പക്ഷെ എത്രയും പെട്ടെന്ന് സംഭവിക്കണമെന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മമ്മൂക്കയ്ക്കും ലാലേട്ടനും വേണ്ടി ബേസിൽ ജോസഫ് സിനിമകൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിൽ തന്നെയാണ്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഈ പ്രൊജക്റ്റുകളൊക്കെ മുടങ്ങിപ്പോയി. 1-2 കഥകൾ ഡിസ്കഷനിലുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു കഥയുടെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് പ്രകാരം ആശീർവാദും ലാലേട്ടനും ബേസിൽ ജോസഫ് ഒന്നിക്കുന്ന ചിത്രത്തിൻ്റെ ചർച്ചകൾ തുടങ്ങിയിട്ട് 2 വർഷത്തോളം ആയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും 2026-ൽ ഈ ഒരു സിനിമ മെറ്റീരിയലൈസ് ആകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ്റെ അപ്കമിങ് ലൈനപ്പിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് കോംബോ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യും. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.